നമ്മുടെ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭാഷണം, ഒരു രസകരമായ സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പാർലമെൻറ്റിൽ നമ്മൾ പറയുമ്പോൾ രാജ്യസഭയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു CJP സമരം തൊട്ട് വലിയ സ്റ്റാറായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. CJP സമരം തൊട്ട് പിന്നാലെ ഐഷി ഘോഷ് എന്ന് പറയുന്ന SFI നേതാവിനെ വാറണ്ട് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പോലീസിനോടുള്ള സമീപനം, അതിനുശേഷം കേരളത്തിലെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമ വിശദീകരണങ്ങൾ, ഇതിലൊക്കെ ആയിട്ട് അതെ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഉദിച്ചുയർന്ന് CPM-ൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള ഒരു നീക്കമാണെന്ന് വരെ പറയിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സകലമാന ആ ഷൈനിങ്ങിനെയും വളരെ വലിയ ഒരു തിരിച്ചടി നൽകിക്കൊണ്ടൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കണ്ടു കാണും. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം മുൻ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും ADMK നേതാവൊക്കെ തമ്പി ദുരൈയാണ് പണി കൊടുത്തത്. തമ്പി ദുരൈ പ്രസംഗിക്കുകയാണ്. തമ്പി ദുരൈ ഇങ്ങനെ പ്രസംഗിക്കുന്നത് അവരുടെ ബിലവഡ് അമ്മയെക്കുറിച്ചാണ്. അമ്മ മീൻസ് ജയലളിത, തമിഴ്നാട്ടിലെ ജയലളിതയെക്കുറിച്ച് ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് അവർ പ്രസംഗിക്കുമ്പോൾ തൊട്ട് പിന്നിലിരിക്കുന്ന ബ്രിട്ടാസ് യാതൊരു കാര്യമില്ല. ബ്രിട്ടാസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, വിച്ചമ്മ. ഒരു തവണ ചോദിച്ചു, 2 തവണ ചോദിച്ചു, കുറേ തവണ ചോദിച്ചു, വിച്ചമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ തമ്പി ദുരൈ തിരിഞ്ഞിട്ട് യുവർ അമ്മ എന്ന് പറഞ്ഞു. അതോടുകൂടി ആ ഒരു ഭാഗം സൻസദ് TV-യിൽ നിന്ന് കട്ട് ചെയ്ത്, നമ്മുടെ നിയമസഭയിലെ TV-യിൽ നിന്ന് കട്ട് ചെയ്ത്, ഇതൊക്കെ ആരാണോ കുത്തിയിരുന്നുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് ബ്രിട്ടാസിന് തമ്പി ദുരൈയുടെ തള്ളയ്ക്ക് വിളി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ, അത് മിക്കവാറും CPM-ൻ്റെ ആൾ തന്നെയായിരിക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും. ഈ യുവർ അമ്മ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ബ്രിട്ടാസ് ആകെ വളിച്ച് ചമ്മിയിട്ട് കൈകൂപ്പുന്ന ഒരു രംഗം കൂടി, പ്രത്യേക ആക്ഷനിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ചുമ്മാ ഈ വഴിയെ പോയ വയ്യാവേലി ഓട്ടോറിക്ഷ പിടിച്ച് ചെന്ന് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? അത് മാത്രമല്ല, നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്താര് പറഞ്ഞാലും അപ്പം തന്നെ കട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കി നശിപ്പിച്ച് കളയാം. വിച്ചമ്മ ചോദിക്കുമ്പോഴേ ഈ അമ്മയുടെ പുറകെ വേണ്ടി CPM സീറ്റിന് വേണ്ടി നടന്നിട്ടുണ്ട്, ഒരുമിച്ച് പിന്നെ മത്സരിക്കാൻ വേണ്ടി. കാരണം അവിടെ കെട്ടിവെച്ച പൈസ കിട്ടൂല. ആരെങ്കിലും കൂടെ ഇത്തവണ DMK നിന്ന് ജയിച്ച് സീറ്റ് കിട്ടി കഴിഞ്ഞപ്പം വിജയൻ്റെ കൂടെ പോയി. അല്ലേ, എനിക്ക് തോന്നുന്നു ഇനിയും മാതാ അമൃതാനന്ദമയ്യെ കുറിച്ചാണെന്ന് കരുതി. മാതാ അമൃതാനന്ദമയി എന്ന് കേട്ട ബ്രിട്ടാസിന് കല്യാണം. പണ്ട് ഒരു അവരുടെ അവിടെ നിന്ന് ഒരു വിളിച്ചോണ്ട് വന്ന അവരുടെ നാട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്ത് കൈരളി TV കൊടുത്തു. അത് പിന്നീട് വലിയ തിരിച്ചടിയായി. കൈരളി TVയും ദേശാഭിമാനിയൊക്കെ അതിനകത്തുനിന്ന് നീക്കം ചെയ്ത് തല ഊരേണ്ടി വന്നു. അത് വലിയ പ്രശ്നമായിട്ട് മാറി. അവിടെ ആ ആശ്രമത്തിൽ പലവിധ വിഷയങ്ങൾ നടക്കുന്നു. അന്ന് ഈ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് അന്ന് വൈറലാകുന്ന ഒരു സമയമല്ല, എങ്കിൽ പോലും ആൾക്കാർ കാത്തിരുന്ന് ഇത് കാണുകയുണ്ടായി. കണ്ടു. ഇത് CPM-ൻ്റെയും കൈരളി ചാനലിൻ്റെയും ദേശാഭിമാനിയുടെയൊക്കെ ആ ഒരു പത്രപ്രവർത്തക ധർമ്മത്തെക്കുറിച്ച് എല്ലാവരും ഘോരം പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിനകത്ത് അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. എനിക്കൊന്ന് ഈ അമ്മ എന്നുള്ള ഇതിൽ അത് കേട്ടപ്പോൾ ഈ അമ്മയെ കളിയാക്കാമല്ലോ എന്ന് കരുതിയായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്. എങ്കിൽ ഈ തമ്പി ദുരൈ ഇങ്ങനെ പ്രതികരിക്കും എന്നൊരു പക്ഷേ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കരുതി. പാർലമെന്റിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മിനിമം മര്യാദ പാലിക്കണം. അദ്ദേഹം സംസാരിക്കണം. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടാസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു രാജ്യസഭ അംഗമാകുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് UPA സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ആളാണ് തമ്പി ദുരൈ. വളരെ സീനിയറാണ്. അപ്പം അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. എങ്കിലും അദ്ദേഹത്തെ പോലെ മുതിർന്ന ആൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരിക്കും. ഈ വിച്ചമ്മ വെച്ചാൽ അത് ബ്രിട്ടാസിന്റെ മാധ്യമ പ്രവർത്തകനായിരുന്ന ആളല്ലേ. ഈ തമ്പി ദുരൈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജയലളിതയെ കുറിച്ചാണ് പരിഹാസ്യമായിട്ടാണ് ചോദിച്ചത്. അപ്പൊ പക്ഷേ തമ്പി ദുരൈ ശരിക്കും തള്ളക്കി വിളിച്ചു എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. ഇത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ പാർലമെന്റിൽ ഇപ്പം പിന്നെ ലോക്സഭയിലാണെങ്കിൽ കോമഡി പീസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ ദിവസം കണ്ട് വിഷയം ഉണ്ടാക്കിയില്ലേ, എൻ്റെ മൈക്ക് നിർത്തിയെന്നും പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ബഹളം ഉണ്ടാക്കി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇന്ത്യയിലുള്ള സമയം കുറവാണ്. അത് കൂടുതൽ സമയം വിദേശത്താണ് ജീവിക്കുന്നത്. വരുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് പ്രശ്നം ഉണ്ടാക്കി വീണ്ടും മുന്നിക്കളി. ഈ പ്രശ്നം രൂക്ഷമാകുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷനാവും. ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ മൂക്കാതെ പഴുത്ത ഒരു പഴമാണ്. സത്യത്തിൽ പിണറായി വിജയന്റെ പിണിയാളായിട്ട് നിന്നുകൊണ്ട് മാത്രം രാജ്യസഭാംഗമായ ഒരാളാണ്. മാത്രമല്ല, പിണറായി വിജയൻ എവിടെ പോയെങ്കിലും, കേരളം വിട്ട് എവിടെ പോയെങ്കിലും ബ്രിട്ടാസിനോട് സംസാരിക്കാറുണ്ട് വേണ്ടേ. അപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു ജോൺ ആദ്യഘട്ടത്തിൽ.
പിന്നീട് ഈ മാധ്യമരംഗത്തു നിന്ന് വന്ന 2 പേര് ചുളിവിൽ ഈ CPM-ൻ്റെ യാതൊരു പ്രവർത്തനവും ചെയ്യാൻ CPM-ൻ്റെ തലപ്പത്തെത്തി എന്നുള്ളതാണ്. അത് ഒന്ന് ബ്രിട്ടാസാണ്, ഒന്ന് വീണ ജോർജാണ്. ശ്രീനിവാസൻ സത്യ സിനിമയിലെ കഥാപാത്രം പറയുള്ളൂ, ഞാനൊരു പാർട്ടി ബുദ്ധിജീവിയാണ്. അതെ, ബുദ്ധിജീവിയാകുമ്പോൾ കല്ലെറിയാനും ഈ അടിക്കൊന്നും പോകേണ്ടതില്ല. നമ്മൾ സൈദ്ധാന്തികമായി നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ മതി, സ്ഥാനമാനങ്ങളും കിട്ടുമെന്ന്. അതായത് ഈ ബ്രിട്ടാസ് ശരിക്കും JNU-ൽ പഠനം കഴിഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ലേഖകൻ, ഡൽഹി ലേഖകൻ, ഈ ബാബറി മസ്ജിദ് കലാപം തകർത്ത ആ സമയത്തൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്ത ആളാണ് ബ്രിട്ടാസ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഇതായിട്ട് എഴുതിയിട്ടുമുണ്ട്. അതിനുശേഷം ഈ കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു. ഇടക്കാലത്ത് കൈരളിയുമായിട്ട് തെറ്റിയിട്ട് അദ്ദേഹം കൈരളി രാജിവെച്ചിട്ട് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാംസിൻ്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അങ്ങനെ പോസ്റ്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവിടുത്തെ ആ സങ്കേതങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അന്ന് സൈബർ സാക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ബൂർഷയെ തോപ്പിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നതാണ് പുള്ളി. സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് സായിപ്പ് മറ്റേ ബൂർഷകളാണല്ലോ ഏഷ്യാറ്റിൻ്റെ. അപ്പോൾ അവിടെ ചെന്ന് ബൂർഷയുടെ താവളത്തിൽ കയറി ചെന്ന് അവൻ്റെ തന്ത്രങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും കാര്യം തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നപ്പോഴും എല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ്. അവിടെ ചെന്ന് ബൂർഷയുടെ അവൻ്റെ കച്ചവടം പൊട്ടിക്കാനും അവൻ്റെ തന്ത്രങ്ങളും മനസ്സിലാക്കി ഇനി അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം ചാനൽ, പാർട്ടി തൊഴിലാളിയുടെ ചാനലിൽ, വർഗത്തിൻ്റെ ചാനലിൽ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയി തൽക്കാലത്തേക്ക് ഒരു ഇടവേളെടുത്ത് പോയിട്ട് വന്നതാണെന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞതെന്ന് പറയും, ഇദ്ദേഹം ചാരപ്പണിക്ക് പോയതാണ്, ഏഷ്യാറ്റിൻ്റെ മൊത്തം ഐഡിയാസും കണ്ടുപിടിക്കാൻ അദ്ദേഹം പോയതാണ്, അങ്ങനെ തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും എഴുതി കൊടുക്കാനും മറുപടി പറയാനും ദ്വിഭാഷിയായിട്ട് വന്ന ആളാണ് ബ്രിട്ടാസ്. അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയിൽ വെച്ച് നീട്ടിയതാണ് ഈ രാജ്യസഭാ അംഗത്വം. ഇനിയിപ്പോൾ രാജ്യസഭാ അംഗത്വം കിട്ടത്തില്ല. അതിനൊപ്പം തന്നെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ആക്കുകയും ചെയ്തു. ഇതുപോലെ വന്നയാളാണല്ലോ വീണ ജോർജ്. അത്രേ ഉള്ളൂ. വീണ ജോർജ് സത്യത്തിൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്, കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വന്നയാളാണ്. 2 വട്ടം അവർ MLA ആയി, 1 വട്ടം മന്ത്രിയായി. ആ മന്ത്രിയായ സമയത്ത് അവർക്ക് താലത്തിൽ വെച്ച് കൊടുത്തതാണ് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അതിനെതിരെയാണ് A. പത്മകുമാർ പ്രതികരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. വർഷങ്ങൾ 50-60 വർഷത്തോളമായിട്ട് ഈ CPM-ൽ താഴെ തട്ടു മുതൽ പ്രവർത്തിച്ചു വരുന്ന ആൾക്കാർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇന്നലെ വന്ന കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഈ ആൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈയിടെ നമ്മൾ മാധ്യമ സുഹൃത്ത് വന്ന കാര്യം കേട്ട് എന്നെ അമ്പരപ്പിച്ചതാണ്. വർക്കല രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അങ്ങ് ആയിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. സത്യമാണെങ്കിൽ, എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല ആ കാര്യം, സത്യമാണെങ്കിൽ അതൊരു വിചിത്രമായ കാര്യമാണ്, അത്ഭുതകരമാണ്. അത് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരെല്ലാവരും മുൻ സ്പീക്കർ, അദ്ദേഹം വലിയ പ്രഗത്ഭനായ മുൻ MP ഒക്കെ ആയിരുന്ന വലിയ ആളല്ലേ അദ്ദേഹം. എനിക്കറിയില്ല, ഇപ്പോഴെനിക്ക് ഉറപ്പില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അതാണ്. എന്താണെങ്കിലും ശരി, നമ്മളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു രംഗം നിറഞ്ഞ് ആടുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല, ഇത് തമിഴ്നാട്ടിലും വൈറലാണ്. ഉറപ്പാണല്ലോ. കാരണം അവരെ ഈ അമ്മ എന്ന ബഹുമാനത്തോടെയാണ് വിളിക്കുന്നത്. ഒരാളെ അമ്മ എന്ന് ബഹുമാനത്തോടെ. അവർക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മളെ അമ്മമാരെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് അമ്മ എന്നുള്ള നിലയിലാണ്. മറ്റവരെ ഈ അമ്മ എന്ന് വിളിക്കുന്നതിനെ ഒരു ദൈവിക പദവി കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. കേരളത്തിൽ പൊതുവെ അമർനാഥമ്മയെ പൊതുവെ പലരും അമ്മ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസമാണെങ്കിലല്ലാത്തവരൊക്കെ. തമിഴ്നാട്ടിലാകുമ്പോൾ ജയലളിതയാണ്. അവിടെ അമ്മയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ജയലളിത. അപ്പോൾ എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അമ്മയെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത ഈ വിളി, അത് ബ്രിട്ടാസിനിട്ടുള്ള ചീത്തവിളി തന്നെ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. എന്നാലും അത് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ദിവസം CJP-ക്കൊപ്പം വലിയ മൈലയുണ്ടാക്കുന്നു. ഐഷി ഘോഷിൻ്റെ വിഷയത്തിൽ ആദ്യം മൈലയുണ്ടാക്കിയെങ്കിലും പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അദ്ദേഹം ചുമ്മാ ആവശ്യമില്ലാതെ ചാടിക്കയറി പണി മേടിച്ച് കെട്ടിയതാണ് എന്നാണ്. എന്തായാലും ഈ തമ്പിദുരയുടെ വായിന്ന് ഇത്രയും കിട്ടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു സൈബർ സഖാക്കളും ഇതിനകത്ത് വേണ്ടതായിട്ടുള്ള പ്രചാരണം കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ചില സൈബർ സഖാക്കൾ അതിനെ തിരിച്ചു പറയുകയായിരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഹീറോയിസ് ആണ് ഇതെന്ന് പറയുന്നത്. തമ്പിദുരെ വെല്ലുവിളി, തമ്പിദുരെ പോലെ സീനിയറായിട്ടുള്ള മുൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ആളിനെ വെല്ലുവിളിച്ചു. അദ്ദേഹം മടയിൽ ചെന്ന് വെല്ലുവിളിച്ചു, രാജ്യസഭ വിളിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്.